അന്യസംസ്ഥാന തൊഴിലാളികളായ ബംഗാളികൾ എന്ന വ്യാജേന ബംഗ്ലാദേശികൾ വ്യാപകമായി നമ്മുടെ കേരളത്തിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നു. സർക്കാർ ഇവർ ഉൾപ്പെടുന്നവരെ അതിഥി തൊഴിലാളികൾ എന്ന ഓമനപ്പേരിലാണ് അഭിസംബോധന ചെയ്യുന്നത്. ബംഗ്ലാദേശികളെ ഇന്ത്യൻ പൗരന്മാരാക്കുന്ന റാക്കറ്റുകൾ തന്നെയുണ്ട്. താൻ എനിക്കൊരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ. ഞാൻ വല്ല മലയാളിലോ സിംഗപ്പൂരിലോ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം. ഇവരെ ഇപ്പൊ കേരളത്തിലേക്ക് കടത്താൻ ഇവർക്ക് സ്വന്തം പോയി കേരളത്തിലൊന്നും എത്തൂല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഫ്ലൈറ്റിൽ വരെ ഉണ്ട്, ഫ്ലൈറ്റ് വരെ കയറി വരുന്നേ. ഇത്രയും കൂലിപ്പണിയായിരുന്നു. ഓനൊരു ചെരുപ്പ് പോലും ഇല്ലാത്തവരെ ഞാൻ ഒരിക്കലും ഇൻഡിഗോ ഫ്ലൈറ്റില് കോഴിക്കോട് വരെ കാണാൻ. ഒരു ഷർട്ട് ഓന് വേറെ ബാഗൊന്നും ഇല്ല, ഒരു പ്ലാസ്റ്റിക് കവറാ. അതന്നെ ചെളി പിടിച്ചിട്ട് എന്താണ് ഓൻ എവിടുന്നാ ടിക്കറ്റ് എടുക്കാൻ പൈസ? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇവനെ കൊണ്ടുവരാൻ ഒരാളില്ലേ, ടീമില്ലേ അവിടെ? ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടി കുറങ്ങന്റെ കൂട്ട്. ഞാനിങ്ങനെ ആസ്വദിക്കായിരുന്നു ഇവർ രണ്ടാളും പറയുന്നത്. കാരണം കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഇത്രയും ഒരു ഭാഷ അറിയാത്ത വേറെ ദോഷത്തുനിന്ന് വന്ന് എല്ലാരും ഇങ്ങോട്ട് കയറ്റണം. NRC CA പാടില്ല പറഞ്ഞ അമിത്ഷാനെയും മോദിനെയും തെറി വിളിച്ച ആൾക്കാർ പെരുമ്പാവൂരിലേക്കൊന്ന് പോയാൽ അതെ, അത് സത്യത്തിൽ കേരളത്തിലാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു. ബംഗ്ലാദേശിൽ ഇറങ്ങിയ പോലെ ഉണ്ടാവും. എന്ത് തോന്നിയാസവും വൃത്തികേടും അവിടെ നടക്കും. 100% ഞാൻ യോജിക്കുന്നു. ഇവരെ വോട്ട് ബാങ്കാക്കി മാറ്റുന്നുണ്ടോ എന്ന സംശയം കൂടി. രാജ്യത്തെ നശിപ്പിക്കാനുള്ള രീതിയിൽ തന്നെയുള്ള പ്രവർത്തനമാണ് അവരെ ആര് പറഞ്ഞു വിടുന്നു, ആരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അവരുടെ സോഴ്സ് ഓഫ് മണി എവിടുന്ന് വരുന്നു അവർക്ക് ഈ പണം? അല്ലെങ്കിൽ അങ്ങനെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ആരാണ് ഇവരെ ഇവിടെ എത്തിക്കുന്നത്? അതാണ് കണ്ടെത്തേണ്ടത്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. എന്നെ പറ്റി പോലീസിന് ഇന്നുവരെ യാതൊരു സംശയവുമില്ല. അനാഥ മന്ദിരം, കുഷ്ഠരോഗ നിവാരണം എന്നൊക്കെ പറഞ്ഞ് വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ടെന്നോ മറ്റോ പോലീസുകാർ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇതിൽ ശക്തമായിട്ട് ഇടപെടേണ്ടത്. കേരളത്തിൽ ഇപ്പൊ പോലീസിന് പരിമിതി ഉണ്ട്. ഓരോരുത്തരെയും നോക്കിയിട്ട് ആരാണ് ബംഗാളി, ആരാണ് ബംഗ്ലാദേശ് എന്നൊക്കെ നിലവിൽ സംവിധാനത്തിൽ അല്ല. കേരള സർക്കാരിന്റെ കൈവശം കൃത്യമായിട്ടുള്ള കണക്കുണ്ടോ? ഈ നിങ്ങൾ ഈ അതിഥി തൊഴിലാളികൾ, സോക്കോൾഡ് അതിഥി തൊഴിലാളികളുടെ കണക്കുണ്ടോ കൈവശം? അതിഥി തൊഴിലാളികൾ വന്നാൽ കൊണ്ടുവരുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ നിയമങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇതും അറിയാൻ രജിസ്ട്രേഷൻ ഇല്ലാതെ പറയാൻ പറ്റുമോ ഏകദേശം? അത് കൃത്യമാണ്, എനിക്ക് പറയാൻ പറ്റില്ല. ആ രൂപത്തിൽ ആ പഠനം ഞാൻ വിധേയമാക്കിയില്ല. പക്ഷെ നിലവിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ആ വരുന്ന ആളുകളെ, എനിക്ക് പറയാനുള്ളത്, ഈ വരുന്ന ആളുകൾ ട്രെയിനിൽ ഇവിടെ എത്തുന്നത് അപ്പൊ കാര്യക്ഷമമായിട്ട് ആളുകളുടെ യാത്രാ രേഖകൾ പരിശോധിച്ചാൽ തന്നെ നേരെ ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല. അല്ല, ഞാൻ ഈ ചർച്ചയുടെ ആമുഖത്ത് ഞാൻ പറഞ്ഞു ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് കൊണ്ടുവരാലോ? അല്ല, അങ്ങനൊന്നും വരുന്നില്ല. എല്ലാം ട്രെയിൻ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ട്രെയിനുകളിലാണ് ഇവരൊക്കെ വരുന്നത്. അല്ലാതെ ഒന്നും ആരും ട്രക്കിൽ കയറിയൊന്നും ട്രക്കിൽ അതിർത്തി കിടക്കുന്നുണ്ടാവും. ഭരിക്കാൻ അറിയുന്നവൻ വരുന്നു പോട്ടെ, ജോലി ചെയ്ത് പോട്ടെ എന്നല്ലേ വിചാരിക്കും. അല്ലാണ്ട് അവൻ അതിഥിയാണ്, അമ്മയുടെ കുഞ്ഞമ്മയുടെ മോനാണെന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ചിരിച്ചു പോയനെ. ഇവര് ഒരു സ്ത്രീയെ കൊണ്ട് കയറിയാൽ അവളെ പച്ചയ്ക്ക് അവർ കത്തിക്കും. അത് അത്രയും കാമാന്ധന്മാരായിട്ടുള്ള എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? എന്താ പറയാ, ഇല്ലാത്ത വൃത്തികേടുകളൊന്നുമില്ല. വായ നിറച്ച് മറ്റേ സാധനം ചവച്ച് തുപ്പ്, അവിടെ മുഴുവൻ തുപ്പി വൃത്തികേടാക്കി, ബാത്റൂം വൃത്തികേടാക്കി. ഈ എന്താ പറയാ, മനുഷ്യർ തന്നെയാണോ ഇവർന്ന് പോലും നമുക്ക് സംശയം തോന്നും. അത് ഇന്ത്യയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് ഗുരുമൂർത്തി. നിന്നോട് ഞാൻ ചോദിച്ചോടാ കുഞ്ഞിരാമ, കൊണ്ടുപോടാ. ബീഹാർ അതുകൊണ്ടാണല്ലോ സാർ ഞാൻ പറഞ്ഞത്. സാറേ, ഞാൻ അതുകൊണ്ടാണല്ലോ ബംഗാളികളാണെങ്കിലും ശരി എന്ന് പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്ന് മാത്രമല്ല, ഉത്തരേന്ത്യയിലൊക്കെ ടിക്കറ്റ് എടുത്താൽ തന്നെ ഭാഗ്യമാണ്. നമ്മൾ മലയാളികൾ വളരെ നല്ല കുട്ടികളായതുകൊണ്ട് ടിക്കറ്റ് ഒക്കെ എടുത്തേ നമ്മൾ കയറുള്ളൂ. നമുക്ക് പേടിയാണ്. TTR തടഞ്ഞു നോക്കുമോ, ചോദിക്കുക, ഇറക്കി വിടും. ഇവർക്ക് ആ ഭയം ഒന്നുമില്ല. ലോ ആൻഡ് ഓർഡർ എന്താന്ന് പോലും പറ്റിയാൽ അറിഞ്ഞൂടാ. ഇവിടുന്ന് വ്യാപകമായി കല്യാണം കഴിക്കുന്നുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും കൃത്യമായ മതപ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇവരുടെ ഇടയിൽ. ചില പള്ളികൾ ബാങ്ക് കൊടുക്കാൻ പോലും ബംഗ്ലാദേശികളെ ഏൽപ്പിക്കുന്നു. എന്താണ് ഉദ്ദേശം? ഒരു ജനതയെ അവർ പോലും അറിയാത്ത സമയത്ത് അടിയിൽ നിന്ന് ഒറ്റ വലിയാണ്. നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഒരു കലാപം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ മലയാളവും ബാംഗ്ലയും അറിയുന്ന എത്രയോ മതപണ്ഡിതരുണ്ട്. അവരുടെ ഒറ്റ ആഹ്വാനം മതി. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. അപ്പൊ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ആത്യന്തികമായിട്ടൊരു ലഹള ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള മതബോധനം നേടിയ
ജിഹാദി ശക്തികൾ ബാംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരിൽ ഒരുപാട് പേരുണ്ട്. എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. അവരെല്ലാം തന്നെയും മതബോധനവും അതുപോലെ തന്നെ ഇതര മത നിഷ്കാസന ചിന്തയുള്ളവരുമായിട്ടുള്ള ക്രിമിനൽസ് ആണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവര് സ്വർഗരാജ്യമായ വേറൊരു മുസ്ലിം രാജ്യത്തും ഇവരെ ഏറ്റെടുക്കുന്നുമില്ല. അപ്പൊ ഈ പറയണവരെന്നെ ഒരു ദിവസം അധികം നിന്നാല് ദുബായിലും സൗദിയിലും പോയി അവരെ ജയിലിലിടൂലേ? ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. അപ്പൊ ഇവനെ കൊണ്ടുവരാൻ ഒരാളില്ലേ, ടീമില്ലേ അവിടെ? എടോ ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കൂട്ടി കുറങ്ങ എന്റെ കൂട്ട്. അവസാനം നുസ്രത്ത് ജാന്റെ സങ്കടം ബംഗാളികൾ വിമാനത്തിൽ കയറി വരുന്നതാണ്. വിമാനത്തിൽ അല്ല, അവരാരാണ് ചെരുപ്പിടാനും ചളി പിടിച്ച ഷർട്ട് ഇട്ട ഒരാൾക്ക് ടിക്കറ്റ് എടുക്കാൻ കോഴിക്കോട് പിന്നെ ഡൽഹി വിമാനത്തിന്റെ ഫെയർ എത്ര അറിയാം? അന്ന് 16,000. അപ്പോൾ വരാൻ പറ്റില്ല. ചെരുപ്പിടാത്ത ആൾക്ക് ചെരുപ്പ് അല്ല മേഡം, ചെരുപ്പിടാത്ത അല്ല, കുംഭമേളക്ക് പോണെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഫ്ലൈറ്റിന്റെ ഫെയർ കാണുമ്പോഴേ നമ്മളെല്ലാ ആഗ്രഹവും നമ്മുടെ ഉള്ളിൽ ഒതുക്കുകയാണ്. അവിടെയാണ് ഈ പറഞ്ഞ ബംഗാളി 16,000 രൂപയും കൊടുത്തിട്ട് ഡൽഹിയിൽ നിന്ന് പിന്നെ കോഴിക്കോട്ടേക്ക് ഫ്ലൈ ചെയ്യുന്നത്. അല്ല കേരളത്തിലെ ഒരു ദിവസം 2,000-ന് മുകളിൽ കാശുണ്ടാക്കുന്ന ടൈൽ ജോലിയൊക്കെ ചെയ്യുന്ന ബംഗാളികളുണ്ട്. 2,000-ന് മുകളിൽ ദിവസം സമ്പാദ്യം, അതിന് മുകളിൽ 2,500 വരെ ഉണ്ടാക്കുന്ന രാവിലെ രാത്രിയായിട്ട് ജോലി ചെയ്തുകൊണ്ട് ടൈൽ വർക്ക് അതുപോലെയുള്ള വർക്ക് എന്തും. എന്നിട്ട് പിന്നെ ഇവരൊക്കെ ഒരു മതത്തിന്റെ വക്താക്കളായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമം ഇങ്ങനെ നടത്തുന്നുണ്ട്. അത് ശരിയല്ല. അത് ആളുകൾ വരുന്നത്, ഞാൻ ചോദിക്കട്ടെ, ബംഗ്ലാദേശ് വരുന്നത്, ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആരോ ചെരുപ്പിടാതെ വിമാനത്തിൽ കയറി പ്രയാസത്തിൽ നിങ്ങളുടെ രൂപത്തിൽ നടക്കുക, ചെരുപ്പില്ലാത്തവർ. അങ്ങനെയാണ് ഗാന്ധിജിനെ ഇറക്കി വിട്ടൊക്കെ ശരിയായി പറയേണ്ടി വരും അക്കാലത്ത്. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? പിന്നെ ബംഗാളികൾ കയറുന്ന പിന്നെ ഈ ട്രെയിന് തുപ്പുന്നു അല്ലെങ്കിൽ വൃത്തികേടാക്കും. ഈ നമ്മൾ ഇവിടുന്ന് പോകുന്ന ട്രെയിന് ബീഹാർ, ഞാനൊരു സംസ്ഥാനത്തിന് കുറ്റപ്പെടുത്തില്ല, ബീഹാർ വഴിക്കും രാജസ്ഥാന് ഇപ്പൊ കുറച്ചുകൂടി ഡീസന്റ് ആണ്. ബീഹാർ വഴിക്ക് UP വഴിക്ക് ഒരു ട്രെയിൻ കടന്നു വന്നാല് എന്താ സ്ഥിതി? അത് വൃത്തിയുടെ തന്നെയാണ്. അത് അവര് മുറുക്കി തുപ്പിയിട്ട് നാശാക്കും. അത് ബംഗാളിലും തന്നെ സ്ഥിതി. 2-3 സംസ്ഥാനങ്ങളിലൂടെ ട്രെയിൻ പോയാൽ ആ ട്രെയിൻ ഞാൻ കയറില്ല. ഞാൻ നോക്കുമ്പോ ഈ സംസ്ഥാനങ്ങളിലൂടെ വരുന്ന ട്രെയിൻ ആണെങ്കിൽ കഴിയുന്നതും ഒഴിവാക്കും. പിന്നെ ബംഗ്ലാദേശിൽ വരുന്ന ആരെ പരാജയം? അതിർത്തി കടന്ന് അന്യ രാജ്യക്കാരെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ, അവർ തീവണ്ടി കയറി കേരളത്തിൽ എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ആരാ പരാജയം? കേന്ദ്ര ഗവൺമെന്റിന്റെ പരാജയമാണ്. അത് അവർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. അല്ല, അതിൽ വിയോജിപ്പുണ്ട് സലീം മടവൂർ, അതിൽ വിയോജിപ്പുണ്ട്. ഇപ്പൊ കേന്ദ്ര സർക്കാർ താങ്കൾ പറഞ്ഞ അല്ല, പരിശോധന കർശനമാക്കണം. പക്ഷെ നോക്കൂ, ഈ കേരളത്തിൽ നിങ്ങൾ പറയുന്ന ഈ അതിഥി തൊഴിലാളികൾ നിങ്ങൾക്ക് വലിയ ബഹുമാനമാണല്ലോ, എത്രയുണ്ട് എന്നുള്ളതിന്റെ കണക്ക് പോലും ഇല്ലല്ലോ സാർ. അതല്ല ഉദ്ദേശം, ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഈ ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് വരുന്നത് തടയലാണ് ഒന്നാമത്തത്. 2, ഇന്ത്യയിൽ വെച്ചാൽ കേരളത്തിലേക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ട്രെയിൻ ഉപയോഗിച്ച് വരുന്നത് തടയാൻ കഴിയാത്ത കേന്ദ്ര ഗവൺമെന്റ് സംവിധാനം. ട്രെയിനിൽ ഐഡന്റിറ്റി കാർഡ് നോക്കിയിട്ട് മാത്രമേ യാത്രക്കാരെ യാത്ര ചെയ്യാൻ അനുവദിക്കാവൂ എന്നിരിക്കെ ആളുകൾ എങ്ങനെ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ മറ്റൊരു പ്രശ്നം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ആളുകളെ തല്ലിക്കൊല്ലിയാണ്. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അത് അല്ല, പിന്നെ ഉത്തരേന്ത്യയിൽ മാത്രമേ തല്ലിക്കൊല്ലൽ നടക്കുന്നുള്ളൂ കേട്ടോ. തബ്രേസ് അൻസാരിയെ കൊന്നു, പെഹലു ഖാനെ കൊന്നു, കേരളത്തിലൊന്നും നടക്കുന്നില്ലല്ലോ. കൊന്നു. കേരളത്തിലെ എല്ലാ ദിവസവും ക്രൂരമായിട്ടുള്ള ഹീനമായിട്ടുള്ള കൊലപാതകങ്ങൾ നടക്കണമെന്ന് സലീം അവർ കാണുന്നില്ല. ആളുകളെ പശുവിനെ കൊന്നു പറഞ്ഞ് തല്ലിക്കൊല്ലുന്നു. ഇതൊക്കെ ശുദ്ധരായ പച്ചക്കറി, അതായത് നമ്മുടെ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളുകളാണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ആളുകളെ തല്ലിക്കൊല്ലുന്നത്. പശുവിനെ കടത്തി ഇതൊക്കെ പറയുന്നത് അല്ലാതെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എങ്ങനെ പറയാ? അതായത് ഈ കൊന്ന ആളുകളൊക്കെ തന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ബ്രാഹ്മണൻ ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു വിഭാഗത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ വെജിറ്റേറിയൻ ആളുകൾ എന്നാണ് ഈ കൊലപാതകങ്ങളിലും പങ്കെടുക്കുന്നത്. അതൊന്നും പറയട്ടെ. എന്റെ ആളുകൾ കഴിക്കുന്നത് ആടിനെ തിന്നുമ്പോഴത്തേക്ക് ആള് ക്രൂരരാവും. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഇന്ത്യയുടെ അതിർത്തിയുടെ സ്ഥിതി എന്താണ്? സലീം മടവൂർ പറഞ്ഞു വരുന്നത് കേന്ദ്ര സർക്കാർ ആണ് ഇതിനൊക്കെ ഉത്തരവാദി. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. ഞാൻ പോകുന്നു. ബൈ.